ഹായ് ഫ്രണ്ട്സ്, താങ്കൾ എന്തെങ്കിലും അൾട്രാ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്തിട്ടുണ്ടോ? 2-5 ദിവസത്തെ ട്രേഡ് ഹൈ മൊമെൻറ്റസ് സോണിൽ ട്രേഡ് ചെയ്യുന്ന താങ്കൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? അല്ല, താങ്കൾ സെയിം ക്വാർട്ടറിലെ എൻട്രിയും എക്സിറ്റുമായിട്ടുള്ള ഷോർട്ട് ടൈം ട്രേഡ് താങ്കൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഈ അടുത്ത കാലത്ത് മാർക്കറ്റ് താഴെ പോയതിനു ശേഷം 30-40-50% ഒക്കെ നഷ്ടം വന്ന ആൾക്കാരുടെ മാർക്കറ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ കൃഷ്ണകുമാർ ബാലകൃഷ്ണനാണ്, സെബി റിസർച്ച് അനലിസ്റ്റാണ്, BSc അപ്രൂവ്ഡ് അനലിസ്റ്റാണ്. താങ്കൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ 2 ടൈപ്പ് ട്രേഡ് സിസ്റ്റം പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ സമീപിക്കാവുന്നതാണ്. അടുത്ത ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എനിക്ക് മാർക്കറ്റിൽ 33 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണുള്ളത്. എൻ്റെ മെയിൽ ID prosip23@gmail.com നിങ്ങൾക്ക് തീർച്ചയായും മെയിൽ അയക്കാം. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായി. ആ ഫ്രണ്ട്സ്, മാർക്കറ്റ് എങ്ങോട്ടെന്നുള്ളതിൻ്റെ അടുത്ത ഒരു വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് മാർക്കറ്റ് നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്താണ്? മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ടിലേക്ക് വരുന്നു, പുഷ് ചെയ്യുന്നു, സപ്പോർട്ടിലേക്ക് തിരിച്ചു വരുന്നു, പുഷ് ചെയ്യുന്നു, സപ്പോർട്ടിലേക്ക് തിരിച്ചു വരുന്നു. വെച്ചാൽ സപ്പോർട്ടിൽ കൂടുതൽ ഹിറ്റ് ചെയ്യുന്നതോറും സപ്പോർട്ട് വീക്കായി പോകും. ആ വീക്ക്നെസ് ആണ് കഴിഞ്ഞ ആഴ്ച വിസിബിളായിട്ട് നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. ഈ വീക്ക്നെസ്സിൻ്റെ ഉള്ള കാരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിന് പ്രധാനപ്പെട്ട 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ US ഡീൽ ഇതുവരെ ആയിട്ടില്ലെന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ക്ലാരിറ്റിയിൽ സീരിയസ് ആയിട്ട് വായിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബേസിക്കലി റഷ്യൻ എണ്ണയുടെ മുകളിൽ US വലിയൊരു താരിഫ് കൊണ്ടിരുന്നത് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂ ആണ്. കാരണം നമ്മൾ ഓയിലിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. സോ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മുടെ എക്കോണമിയെ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതും മാർക്കറ്റിൽ ഒരു വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ബേസിക്കലി എന്താ പറയേണ്ടത്, ഇവിടെ നിന്നുള്ള ഫണ്ട് ഫ്ലോ വെളിയിലേക്ക് പോകുന്നു. FIs more than 21,000 crores ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ അടുത്ത കാലത്ത് വലിച്ചുകൊണ്ട് പോയത്. ശരിക്കും അവർ പ്രോഫിറ്റ് പിക്ക് ചെയ്ത് 21,000 കോടി തിരിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. എമർജിംഗ് മാർക്കറ്റ്സിലെ, അതായത് ബ്രസീലാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ചൈനയാണെങ്കിലും റഷ്യ ആണെങ്കിലും എമർജിംഗ് മാർക്കറ്റ്സിൽ കറൻറ്റ് സ്റ്റേറ്റിൽ ഏറ്റവും എക്സ്പെൻസീവ് വാല്യൂഷൻ ഇന്ത്യൻ മാർക്കറ്റിലാണ്. നമ്മുടെ മാർക്കറ്റ് ക്യാപ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് സംതിങ് അറൗണ്ട് 135 ആണ് വന്നിരിക്കുന്നത്. 135 ആണ്. മാർക്കറ്റ് ക്യാപ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് 90 കഴിഞ്ഞാൽ ഹീറ്റഡ് ആയിപ്പോവും. സോ 90 to 135 എന്ന് പറയുന്നത് പിന്നെ 50% മോർ ഹീറ്റഡ് ആണെന്ന് വെച്ചാൽ പല സെക്ടേഴ്സും പല സ്റ്റോക്കുകളും എക്സ്പെൻസീവായ ലെവലിൽ തന്നെയാണ് കിടക്കുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റി ഓഫ് EPS വന്നില്ലെങ്കിൽ ഓൾറെഡി സീസൺ സ്റ്റാർട്ട് ചെയ്തു, 2 ആഴ്ച കഴിഞ്ഞു, നമ്മൾ 3ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്ന സമയത്ത് സോഫാർ സീസൺ വളരെ ഡള്ളാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പൊതുവേ Q1 റിസൾട്ട് സീസൺ പൊതുവേ വീക്കാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും എനിക്കൊന്ന് കഴിഞ്ഞ ഒരു 3-4 കൊല്ലത്തിനിടയിൽ ഞാൻ കാണുന്ന ഒരു ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു Q1 റിസൾട്ട് സീസണാണ് പോസ്റ്റ് കോവിഡിന് ശേഷം ഈ സീസൺ എനിക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യം വളരെ വീക്കായിട്ടുള്ള റിസൾട്ട്സ് ആണ്. പല സ്റ്റോക്കിലും ക്വാളിറ്റി ഓഫ് EPS വളരെ വീക്കാണ്. സോ ഇതെല്ലാം മാർക്കറ്റിനെ, ഞാൻ പറഞ്ഞില്ലേ, വാല്യുവേഷനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ EPS കൂടണം. ചുമ്മാ EPS കൂടിയിട്ട് കാര്യമില്ല. ക്വാളിറ്റി ഓഫ് EPSൽ വലിയ വ്യത്യാസം വന്നാൽ മാത്രമേ വാല്യുവേഷനിൽ വ്യത്യാസം വരത്തുള്ളൂ. അല്ലെങ്കിൽ മാർജിനൽ സേഫ്റ്റിയെ സീരിയസ് ആയിട്ട് ബാധിക്കും. മാർക്കറ്റ് ഇപ്പം അങ്ങനത്തെ വലിയൊരു ഇഷ്യൂവിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റിലാണ് നമ്മളിപ്പോൾ മാർക്കറ്റ് കാണുന്നത്. അതിൻ്റെ വിസിബിൾ പ്രകടനമാണ്. പുഷ് ചെയ്യുന്നു, സപ്പോർട്ടിലേക്ക് വരുന്നു, പുഷ് ചെയ്യുന്നു, സപ്പോർട്ടിലേക്ക് വരുന്നു, സപ്പോർട്ട് ഫെയിലുവറായിട്ട് താഴെ പോകണം. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബ്രെത്ത് കമ്പാരിറ്റീവ്ലി കുറച്ചൊക്കെ ഓക്കെയാണ്. ഈ മാർക്കറ്റ് ബ്രെത്തിൽ പോലും ട്രെൻഡിങ് സെറ്റേഴ്സിൽ പല സ്റ്റോക്കുകളും ബ്രേക്കൗട്ട് എടുത്തിട്ട് ബ്രേക്കൗട്ട് ഫെയിലുവർ ആകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ രാവിലെ 10 മണി 11 മണിക്കെല്ലാം ബ്രേക്കൗട്ട് എടുത്തിട്ട് വൈകിട്ട് 3 മണിയാകുമ്പം കംപ്ലീറ്റ് ഫെയിലുവർ ആയിട്ട് കംപ്ലീറ്റ് പ്രോഫിറ്റ് ബുക്കിങ്ങിൽ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കാണിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ബയേഴ്സ് ആർ നോട്ട് കൺവിൻസ്ഡ് ആണ്. ബയേഴ്സിൻ്റെ കൺവിക്ഷൻ വളരെ വീക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ആംബിഗ്വിറ്റി, മാർക്കറ്റിൽ കൺഫ്യൂഷൻ വളരെ കൂടുതലുള്ള സമയത്ത് ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് എപ്പോഴും വീക്കായിരിക്കും. സെല്ലേഴ്സ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. കൺസോളിഡേഷൻ ആണെങ്കിൽ പോലും നമ്മൾ ടെക്നിക്കൽ സൈഡ് നോക്കാൻ നേരത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു വീക്കിലി ഡിസ്പാരിറ്റി ഗ്യാപ്പ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വീക്കിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ് ശരിക്കും. ഈ വീക്കിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ റെസിസ്റ്റൻസിൽ നിൽക്കുന്നു. താഴെ വന്നാൽ ഒരു EMA 55-ൻ്റെയും അല്ലെങ്കിൽ ഫിബിൻ്റെയൊക്കെ ചെറിയ സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ. ആ സപ്പോർട്ടിൻ്റെ ആ ഒരു ലെവൽ നോക്കാൻ നേരത്തെ റെസിസ്റ്റൻസ് ആണ് കുറച്ചുകൂടെ പവർഫുൾ അറ്റ് പ്രസൻറ്റ് ശരിക്കും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാർക്കറ്റ് മുന്നോട്ട് പോകണമെങ്കിൽ മാർക്കറ്റിൽ ബയർ സ്ട്രെങ്ത് വേണം, മാർക്കറ്റിൽ ആംബിഗ്വിറ്റി മാറിയിട്ട് ക്ലാരിറ്റി വേണം. മാർക്കറ്റിൽ ബേസിക്കലി FIs തിരിച്ചു വന്നാൽ കുറെ കൂടെ ഒക്കെ ബൈ നടക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റ് ബ്രെത്ത് കുറച്ചുകൂടെ ബെറ്റർ ആണെങ്കിൽ പോലും ബ്രേക്കേഴ്സ് ഫെയിലിയർ ആയെന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏതാനും പോയിന്റ്സ്. ഒന്ന്, ക്വാളിറ്റി ഓഫ് സ്റ്റോക്കിനെ മാത്രം നമ്മൾ ചെയ്യുക. അത് റിസൾട്ട് സീസണിലാണ് ഏത് സ്റ്റോക്കിലാണ് ബെസ്റ്റ് ക്വാളിറ്റി, ബെസ്റ്റ് EPS ക്വാളിറ്റി വന്നിരിക്കുന്നത്, ഏറ്റവും നല്ല മാർജിനൽ സേഫ്റ്റി ഉള്ള സ്റ്റോക്ക്, ബെസ്റ്റ് വാല്യുവേഷൻ നിൽക്കുന്ന സ്റ്റോക്കുകൾ, എവിടെയാണ് ബേസിക്കലി PE റീറേറ്റിംഗിൽ സ്കോപ്പുള്ള സ്റ്റോക്കുകൾ, ഇങ്ങനത്തെ സ്റ്റോക്കുകൾ വേണം നമ്മൾ ഫസ്റ്റ് ഫോളോ ചെയ്യാനായിട്ട്, ഫസ്റ്റ് എത്തിക്കാനായിട്ട്. രണ്ടാമത്തെ കാര്യം, ഏത് സ്റ്റോക്ക് മേടിക്കുകയാണെങ്കിലും സെക്ടർ അനാലിസിസ്, സ്ട്രോങ് സെക്ടറിൽ ഉള്ള സ്റ്റോക്കിന് മാത്രമേ കയറിപ്പുള്ള പ്രോബിലിറ്റി കൂടത്തുള്ളൂ. അപ്പം സെക്ടർ അനാലിസിസ് വളരെ ക്രിട്ടിക്കലാണ് നമ്മൾ നോക്കാൻ നേരത്തെ. എന്ന് വെച്ചാൽ ഈ മെയിൻ ഇൻഡെക്സ് വീക്കാകുമ്പോഴും
ഏതെല്ലാം സെക്ടർ സ്ട്രോങ് ആയിട്ടിരിക്കുന്നു, അതിൻ്റെ തേയില സ്റ്റോക്കുകൾ സ്ട്രോങ് ആയിട്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ബ്രേക്ക്ഔട്ട്സിലല്ല, ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു വീക്ക് പുൾ ബാക്ക്, ബേസിക്കലി നമ്മൾ പറയുന്ന ലീനിയർ പുൾ ബാക്ക് എന്ന് പറയുന്നത്. കാരണം വീക്ക്നെസ് ആയിരിക്കും പുൾ ബാക്കിൽ, പുൾ ബാക്ക് സ്ട്രെങ്ത് കാണത്തില്ല, ക്യാൻഡിൽ വീക്ക് ആയിരിക്കും, വോളിയം കാണില്ല, ഇതൊക്കെ ലീനിയർ പുൾ ബാക്സ് ആണ്. ഈ പുൾ ബാക്സിൽ നിന്ന് തിരിച്ചു വരുന്ന ലെവലിൽ കുറേ കൂടെ എപ്പോഴും നമുക്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി, നമ്മുടെ റിസ്ക് ഫാക്ടർ കഴിവതും കുറവായിരിക്കും, നമ്മുടെ സ്റ്റോപ്പ് ലോസസ് മിനിമൽ ആയിരിക്കും. ഈ ഒരു സോണിൽ വേണം നമ്മൾ കുറച്ചുകൂടെ പ്ലാൻ ചെയ്യാനായിട്ട്. മൂന്നാമത്തെ കാര്യം, ഇതെല്ലാം ഞാൻ ഷോർട്ട് ടൈം ട്രേഡിനെ ബേസ് ചെയ്താണ് പറയുന്നത്. നാലാമത്തെ കാര്യം, ബേസിക്കലി വീക്ക്ലി ട്രെൻഡ് ലൈൻസും ഡെയിലി ട്രെൻഡ് ലൈൻസ് തമ്മിലുള്ള കോൺഫിഡൻസ് ഓൺ. നിങ്ങൾ എൻ്റെ ഇന്നലത്തെ വീഡിയോ വളരെ ക്രിട്ടിക്കൽ വീഡിയോ ആണ്, ഞാൻ ഇന്നലെ വീഡിയോ റിലീസ് ചെയ്തത്. ആ വീഡിയോ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. ആ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ആ വീഡിയോ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ അകത്ത് 2 ചെറിയ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിലും കൂടെ കണ്ടാൽ താങ്കൾക്ക് കുറേ കൂടെ താങ്കളുടെ ട്രേഡിങ്ങിനെ ക്വാളിറ്റേറ്റീവായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എൻഹാൻസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആ വീഡിയോ കൂടെ കണ്ടാൽ താങ്കൾ കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും, ഏത് ലെവലിൽ നിന്നാണ് നമ്മൾ കോൺഫിഡൻസ് സോൺസ് വർക്ക് ചെയ്യുന്നത്, ഹയർ ടൈം ഫ്രെയിം ലോവർ ടൈം ഫ്രെയിം കൂടെ ചേർന്നുള്ള സംഗമസ്ഥാനം. അത് മാത്രമുള്ളൊരു ഫാക്ടർ, അതിൻ്റെ അകത്ത് കുറേ കൂടെ അഡീഷണൽ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ഫാക്ടേഴ്സ് ധാരാളമുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് പരിധിവരെ നമ്മുടെ കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് എന്താ പറയുക, നമ്മുടെ സക്സസിനെ കുറേ കൂടെ നമുക്ക് മുന്നോട്ട് അയക്കാൻ സാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടാൽ, ഇന്നലത്തെ വീഡിയോ ആണ്, ഇന്നലെ റിലീസ് ചെയ്തുള്ള രാത്രിയിൽ തീർച്ചയായും താങ്കൾക്കത് കാണുക, മനസ്സിലാക്കുക എന്നുള്ള വളരെ ക്രിട്ടിക്കലായ ഫാക്ടറാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള ചില പോയിന്റ്സിൽ നമ്മൾ കറക്ഷൻ വരുത്തിയാൽ തന്നെ നമ്മുടെ ഓവറോൾ പോർട്ട്ഫോളിയോ ഒരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ലെവലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള. മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ, എപ്പോഴും ട്രെൻഡ് ചെയ്ത് കയറത്തുമില്ല, എപ്പോഴും ട്രെൻഡ് ചെയ്ത് താഴത്തേക്ക് പോകത്തുമില്ല. മാർക്കറ്റ് എപ്പോഴും ഓവർ ഒരു ലെവൽ നോക്കാൻ 60-65% കൺസോളിഡേറ്റഡും ബാക്കിയുള്ള 20% 30-35% ആണ് മാർക്കറ്റ് നോർമലി ട്രെൻഡിൽ, അത് അപ് ട്രെൻഡ് ആണെങ്കിലും വീക്ക് ട്രെൻഡ് ആയാലും പോകുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വീക്ക് ട്രെൻഡ്സിലാണ് സ്ട്രോങ് സ്റ്റോക്കിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. മാർക്കറ്റ് സ്ട്രോങ് ആകുമ്പോൾ എല്ലാ സ്റ്റോക്കും കയറത്തില്ല, മാർക്കറ്റ് വീക്ക് ആകുമ്പോൾ എല്ലാ സ്റ്റോക്കും താഴെ പോകത്തുമില്ല. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് വന്ന റിസൾട്ടിൽ PE റീറേറ്റിംഗ് എന്ന് വെച്ചാൽ ഓവർ എ പീരീഡ് ഓഫ് 3 മാസം 4 മാസം 5 മാസം കൊണ്ട് 50-60-70% കൊടുക്കാൻ കഴിവുള്ള അറ്റ്ലീസ്റ്റ് ഒരു 5 സ്റ്റോക്കിൻ്റെ റിസൾട്ടുകളും വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൻ്റെ കറൻറ്റ് സ്റ്റേറ്റ്. ഞാൻ ആദ്യം പറഞ്ഞു US-മായിട്ടുള്ള ഡീലായിട്ടില്ല, മാർക്കറ്റിൽ വലിയ ആംബിഗ്യൂട്ടി നിൽക്കുന്നുണ്ട്. കറണ്ട് സ്റ്റേറ്റ് Q1 റിസൾട്ടിൻ്റെ വീക്ക്നെസ് മാർക്കറ്റിനെ സീരിയസ് ആയിട്ട് ബാധിച്ചിരിക്കുന്ന കാര്യമാണ്. എൻ്റെ മോർണിംഗ് ഷോർട്സിലൊക്കെ കഴിഞ്ഞൊരു 3 ആഴ്ചയായിട്ട് ഞാൻ പറയാറുണ്ട്, മാർക്കറ്റ് സ്ട്രെച്ചഡ് ആണ്, മാർക്കറ്റിൻ്റെ അവസ്ഥ ഇതാണെന്ന് പറയാറുണ്ട്. തീർച്ചയായും മോർണിംഗ് ഷോർട്സ് കാണുക. കഴിവതും മാർക്കറ്റ് കാണിക്കുന്ന ഡേറ്റയുടെ പുറത്ത് മാത്രമേ എനിക്ക് ഇൻപുട്സ് തരാൻ സാധിക്കുള്ളൂ. മറ്റൊരു വീഡിയോ അതൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.